മൂന്നാറിൽ വിനോദസഞ്ചാരികളിൽ നിന്ന് പ്രവേശന ഫീസ് പിരിക്കുന്നതിൽ ഇന്ന് തീരുമാനമുണ്ടായേക്കും. പഞ്ചായത്ത് കമ്മിറ്റിയിൽ പ്രസിഡന്റ് വിഷയം അവതരിപ്പിക്കും. മൂന്നാറിലേക്കുള്ള പ്രവേശന കവാടങ്ങളിൽ ചെക്ക് പോസ്റ്റുകൾ സ്ഥാപിച്ച് ഫീസ് ഈടാക്കാനാണ് ആലോചന. മാലിന്യ സംസ്കരണത്തിനുള്ള ചെലവ് കണ്ടെത്താനാണ് തീരുമാനമെന്നാണ് പഞ്ചായത്തിന്റെ വിശദീകരണം. അർജുൻ മട്ടന്നൂർ നൽകും വിശദാംശങ്ങൾ. അർജുൻ, ഇന്ന് തന്നെ തീരുമാനമുണ്ടാവുകയാണെങ്കിൽ എപ്പോഴായിരിക്കും ഇത് നടപ്പിലാക്കി തുടങ്ങുക? എവിടെയൊക്കെയായിരിക്കും ചെക്ക് പോസ്റ്റുകൾ ഉണ്ടാവുക? ഇതിപ്പോൾ നമുക്കറിയാം, ഈ മൂന്നാറിലൊക്കെ ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികൾ കൂടുതലായിട്ട് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യവും കൂടിയാണ്. അപ്പോൾ അവിടെ ഏറ്റവും മനോഹരമായി നിർത്തേണ്ടതുണ്ട്. ഈ മാലിന്യ സംസ്കരണമാണ് അവർ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം. അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊരു നീക്കം എന്നുകൂടി, അല്ലേ? തീർച്ചയായും ശ്രുതി, മൂന്നാർ പോലുള്ളൊരു വിനോദസഞ്ചാര മേഖലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഈ മാലിന്യ സംസ്കരണം തന്നെയാണ്. അവിടെ വലിയ തോതിൽ സഞ്ചാരികൾ വരുന്നത് കൊണ്ട് തന്നെ അവിടെ മാലിന്യം സംസ്കരിക്കുക എന്നത് വലിയ പ്രതിസന്ധി നിറഞ്ഞതാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ ചെയ്യുന്നത് പോലെയുള്ള നടപടികളിലേക്ക് മൂന്നാറിലേക്ക് മാറാനും കഴിഞ്ഞിട്ടില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ പ്രവേശന ഫീസ് പിരിക്കാൻ വേണ്ടി ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അതിൽ പഞ്ചായത്ത് കമ്മിറ്റിയിൽ ഈ പ്രസിഡന്റ് ഇന്ന് വിഷയം അവതരിപ്പിക്കും. അതിനുശേഷം തുടർന്ന് മറ്റ് നടപടിയിലേക്ക് കടക്കുകയാണ് ചെയ്യുക. മൂന്നാറിലേക്കുള്ള പ്രവേശന കവാടങ്ങളിൽ ഈ ചെക്ക് പോസ്റ്റുകളിൽ പ്രത്യേകം സ്ഥാപിച്ച് അവിടെ ഫീസ് പിരിക്കുക എന്നതാണ് ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. ഇത് വലിയ പ്രതിഷേധത്തിന് ഇടയാക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. പക്ഷേ എന്തായാലും ഈ കാര്യത്തിൽ ഇന്ന് പഞ്ചായത്ത് ഒരു തീരുമാനമെടുക്കും. അതിനുശേഷം അടുത്ത ദിവസങ്ങളിലായിരിക്കും ഈ നടപടിയിലേക്ക് കടക്കുക. ശരി, അർജുൻ മട്ടന്നൂരാണ് വിശദാംശങ്ങൾ നൽകിയത്.